യേശുവിൻ്റെ രക്തത്താൽ മറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. യേശുവേ അങ്ങേക്ക് സ്തോത്രം അപ്പാ. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. ജീസസ്, ഹല്ലേലൂയ. കർത്താവേ അങ്ങേക്ക് മഹത്വം അപ്പാ, മഹത്വം അപ്പാ. യേശുവിൻ്റെ രക്തത്താൽ യേശുവിൻ്റെ രക്തത്താൽ മറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, 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 മഹത്വം. യേശുവിൻ്റെ രക്തത്താൽ പ്രൈസ് ടു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ മറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വചന കൂട്ടായ്മയിൽ കർത്താവിൻ്റെ തിരുവചനം കുറിച്ചുവാനായി ദൈവമായ കർത്താവടിയിൽ ഒരുക്കി തന്ന നല്ല സമയത്തെയും നല്ല സന്ദർഭത്തിനുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പാറയും വീണ്ടെടുപ്പ് കാരണമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചതുകൊണ്ട് ഈ മരുഭൂമിയിൽ വെച്ച് നമുക്കിങ്ങനെ ഒരു നല്ല വസ്ത്രം ദൈവം ഒരുക്കി തന്നുവല്ലോ. കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ നമുക്ക് സ്തുതിച്ചുകൊണ്ടും നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് എല്ലാവരെയും ഒരുപോലെ ആയിരിക്കുന്ന സ്ഥാനത്ത് അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. എനിക്ക് ഇങ്ങനെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ സാജി ബ്രദറിനോടും കുടുംബത്തോടുമുള്ള എൻ്റെ പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. ദൈവമായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള ദൈവമക്കളെ, ആണ്ടവരുടെ രക്ഷകരുമാകിയ യേശു ക്രിസ്തുവിൻ എനിക്കേറ്റ നാമത്തിൽ அன்பின் வாழ்த்துதலை நான் தெரிவித்துக் கொள்கிறேன். பிரியமானவர்களே, வாருங்கள் ஒன்று சேர்ந்து தேவனை பாடி மகிமைப்படுத்துவோம். 2-3 பேர் எங்கிருந்தால் அவர் மத்தியில் நான் உண்டு என்று ஆண்டவர் சொன்னார். நிச்சயமாகவே அவர் நம்மோடு கூட வாசம் பண்ணுகிறார். நமக்குள் இருக்கிற தேவன் பெரியவராக இருக்கிறார். பிரியமானவர்களே, ஒரு கன்னட சாங் நான் பாட இருக்கிறேன். நீங்களும் என்னோடு சேர்ந்து பாடி தேவனை மகிமைப்படுத்துங்கள். கர்த்தர் உங்களை അനേവരെയും ആശീർവദിപ്പാറാകെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഞാൻ പല പ്രാവശ്യം പാടിയിട്ടുള്ള ഒരു കന്നഡ സോങ് ആണ്. അത് പഴയ മലയാള ഗാനത്തിൻ്റെ കന്നഡമാണ്. സോ നമുക്കെല്ലാവർക്കും ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ಪಾಪ ಪರಿಹಾರಕ್ಕಾಗಿ ಪಾಪಿಗಳ ಮುಡುತ್ತಿ ಧರಣಿಗೆ ಬಂದ ನಾಮ. ಪಾಪ ಪರಿಹಾರಕ್ಕಾಗಿ ಪಾಪಿಗಳ ಮುಡುತ್ತಿ ಧರಣಿಗೆ ಬಂದ ನಾಮ. ಪಾಪರಹಿತ ಜೀವದ ಮಾದರಿಯ ತೋರಿಸಿ ಪರಿಶುದ್ಧ ಪುಣ್ಯನಾಮ. ಪಾಪರಹಿತ ಜೀವದ ಮಾದರಿಯ ತೋರಿಸಿ ಪರಿಶುದ್ಧ ಪುಣ್ಯನಾಮ. ಶ್ರೀಯೇಸು ನಾಮ அதிசய நாம, பாபிகையின் பாதநாம. ಶ್ರೀಯೇಸು ನಾಮ அதிசய நாம, பாபிகையின் பாதநாಮ. ಎಲ್ಲ ನಾಮದಲ್ಲಿಯೂ ಮೇಲಾದ ನಾಮ ಯೇಸುವಿನ ದಿವ್ಯ ನಾಮ. ಎಲ್ಲ ನಾಮದಲ್ಲಿಯೂ ಮೇಲಾದ ನಾಮ ಯೇಸುವಿನ ದಿವ್ಯ ನಾಮ. സർവജനരെല്ലാം ആടബിട് സ്തോത്രമായി ഹർഷവിന്ദ ആടുവ നാമ. സർവജനരെല്ലാം ആടബിട് സ്തോത്രമായി ഹർഷവിന്ദ ആടുവ നാമ. ശ്രീയേസു നാമ അതിശയ നാമ, പാപികയിൽ പാദനാമ. ശ്രീയേസു നാമ അതിശയ നാമ, പാപികയിൽ പാദനാമ. ಲೆಕ್ಕವಿಲ್ಲದಷ್ಟು ಪಾಪ ನನ್ನಿಂದ ತೆಗೆಯಲು ನನಗಾಗಿ ಬಂದ ನಾಮ. ಲೆಕ್ಕವಿಲ್ಲದಷ್ಟು ಪಾಪ ನನ್ನಿಂದ ತೆಗೆಯಲು ನನಗಾಗಿ ಬಂದ ನಾಮ. ಅನ್ಯರನ್ನ ತಲ್ಲಾಡೆನು ತನ್ಯನಾಗಿ ಮಾಡನು ಉನ್ನದೇನ ಪುಣ್ಯನಾಮ. ಅನ್ಯರನ್ನು ತಲ್ಲಡೆನು ತನ್ಯನಾಗಿ ಮಾಡನು ಉನ್ನದೇನ ಪುಣ್ಯನಾಮ. ಶ್ರೀಯೇಸು
യേശു നാമ അതിശയ നാമം പാപികയിൻ പാദനാമ ശ്രീയേശു നാമ அதிசய നാമം பாபிகையின் பாதநாம. அந்த கடைசி சரணம் நமக்கு யாவருக்கும் சேர்ந்து பாடுவோமா? எல்லா நாமத்திலும் மேலாட நாமம் இயேசுவின் திவ்ய நாமா. எல்லா நாமத்திலும் மேலாட நாமம் இயேசுவின் திவ்ய நாமா. സർവജനരെല്ലാം അടബിഡ് സ്തോത്രമായി ഹർഷബിന്ദ ആടുവനാമ. സർവജനരെല്ലാം അടബിഡ് സ്തോത്രമായി ഹർഷബിന്ദ ആടുവനാമ. ശ്രീയേശു നാമം അതിശയ നാമം പാപികയിൻ പാദനാമ. ശ്രീയേശു നാമം അതിശയ നാമം പാപികയിൻ പാദനാമ. പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവരെ ഇരിക്കുന്ന ഇടത്ത് ഒരു നിമിഷം ഒന്ന് കണ്ണുകളെ അടച്ചാട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്നേഹവനായ ദൈവമേ, പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പ ഈ വൈകിയ വേളയിൽ തിരുവചനവുമായി അടിയൻ കടന്നു വരുന്ന നാഥ, വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ച് മാനിക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ വചനത്തെ അപ്പൻ വാഴ്ത്തി അനുഗ്രഹിച്ച് തരണമേ കർത്താവേ. വചനത്തിന് മുൻപിൽ നിരാശരായി, ദുഃഖിതരായി, വേദനയോടെ, ഭാരത്തോടുകൂടി ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ കർത്താവ് ഇന്നത്തെ വചനം അവർക്ക് ഒരു വിടുതലും ആശ്വാസമായി തീരട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അൽഫയും ഒമേഗയുമായവൻ, ആദ്യനും അന്ത്യനും ഒന്നാമത്തേനും ഒടുക്കത്തവനുമായ സർവ്വവല്ലഭനായ കർത്താവിന്റെ സാന്നിധ്യം എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയ്ക്കൂടെ അപ്പച്ചൻ പൊതിഞ്ഞാട്ടെ, രക്തത്താൽ കഴുകി അപ്പച്ചൻ എല്ലാവരെയും മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും പൊടിയോളം താഴ്ത്തി സമർപ്പിക്കുന്നു. കൃപയ്ക്കുള്ളിൽ അപ്പച്ചൻ പൊതിയണമേ കർത്താവ്. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ലോർഡ്. കർത്താവ് നല്ല പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ലോർഡ്. ഇവിടെ നെറ്റ് ഇഷ്യൂ ഉണ്ട് എങ്കിലും പ്രാർത്ഥിക്കുക ദൈവമക്കളെ. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, ഒരല്പ നിമിഷം തിരുവചനത്തിൽ നിന്നും നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ദൈവത്തെ അക്ഷയമായി സ്നേഹിക്കുന്നു എന്നതാണ്. പ്രൈസ് ലോർഡ്. നാമെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, പാടുന്നവരാണ്, ദൈവത്തെ സ്തുതിക്കുന്നവരാണ്, വചനം വായിക്കുന്നവരാണ്, ധ്യാനിക്കുന്നവരാണ്. പക്ഷെ ഒരേ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ദൈവത്തെ അക്ഷയമായി സ്നേഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ എല്ലാവരും ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാട്ടെ. നാം എങ്ങനെയാണ് കർത്താവിനെ സ്നേഹിക്കുന്നത്? നാം കർത്താവിനെ സ്നേഹിക്കുന്നതിൽ എന്തെങ്കിലും പിശുക്ക് എവിടെയെങ്കിലും നമ്മൾ കാണിച്ചിട്ടുണ്ടോ? നാം ദൈവത്തിൽ നിന്ന് എൻ്റെ കർത്താവ് എനിക്കത് വേണം, എനിക്കിങ്ങനെ വേണം, അങ്ങനെ വേണം, എത്രയോ ലിസ്റ്റുകളാണ് ദൈവസന്നിധിയിൽ നമ്മൾ വെക്കാറുള്ളതല്ലേ? എന്നാൽ നാം ദൈവസന്നിധിയിൽ കർത്താവിനെ സ്നേഹിക്കുന്നതിൽ എന്തെങ്കിലും കുറവുകൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് നാം ഇന്ന് പകൽക്കാലം ചിന്തിക്കാനായിട്ട് പോകുന്നത്. പ്രിയരെ, സ്നേഹം പലതരത്തിലാണ് പ്രകടമാക്കുന്നത് അല്ലെ? പലരും പല വിധത്തിലാണ് സ്നേഹം പ്രകടമാക്കുന്നത്. പലർക്കും സ്നേഹിക്കുവാനായി കഴിയുന്നുമില്ല. യഥാർത്ഥമായിട്ടൊരു സ്നേഹിക്കുവാൻ ആർക്കും തന്നെ കഴിയുന്നില്ല. എവിടെ നോക്കിയാലും കാപട്യം നിറഞ്ഞ ഒരു ഉലകത്തിലാണ് ഇന്ന് നാം ആയിരിക്കുന്നത് തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, എന്നാൽ ദൈവം സ്നേഹമാകുന്നു. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകുന്നു. ആ സ്നേഹനിധിയായ കർത്താവിനെ നാം സ്നേഹിക്കുമ്പോൾ അത് എപ്രകാരമാണ് എന്നതാണ് നാം ചിന്തിക്കേണ്ടുന്നത്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നാം ദൈവത്തെ സ്നേഹിക്കുന്നതിൽ ഒട്ടും തന്നെ കുറവ് വരുത്തരുതേ എന്നാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുവാൻ ഒരുങ്ങുന്നത്. പ്രിയ ദൈവമക്കളെ, നമുക്കൊരു വേദഭാഗം വായിക്കാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം നമുക്കിവിടെ വായിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ. പ്രിയ ദൈവ പൈതലെ, അക്ഷയമായി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരുവന് അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ കൃപയുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ യഥാർത്ഥമായി പൂർണ്ണമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിൽ എന്ത് സംഭവിക്കും? കൃപയുണ്ടാകും.
ഹല്ലേലൂയ. അല്ലാതെ ഒരു വ്യക്തിയിൽ കൃപ, ദൈവത്തിന്റെ കൃപ ഉണ്ടാകണം എന്നില്ല. വചനം അങ്ങനെയാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമുക്കറിയാം ഇവിടെ എഫേസ്യ ലേഖനത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഈ ലേഖനത്തിന്റെ ലേഖനം ആരംഭിക്കുന്നത് തന്നെ പ്രിയ ദൈവമക്കളെ അത് കൃപയിലാണ്, അവസാനിക്കുന്നതും കൃപയിൽ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആകയാൽ അതിന് നമ്മൾ ഈ വേദഭാഗം വായിച്ചു വരുമ്പോൾ നമുക്കിവിടെ 8 വിധമായ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. അതായത് കൃപയുടെ 8 തലങ്ങൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്കത് സ്പഷ്ടമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയ ദൈവജനമേ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൃപ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തിയിൽ എന്തുണ്ടാകണം? കൃപയുണ്ടാകണം. കൃപയില്ല എങ്കിൽ എന്റെ പ്രിയരെ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൃപ എന്നത് സൗജന്യമാണ്, അത് ഗിഫ്റ്റാണ്, സൗജന്യമാണ്. പ്രിയരെ, ഒരു വ്യക്തിയോട് കൃപ കാണിക്കുന്നത് അവന്റെ പ്രവൃത്തികളെയോ പണബലത്തെയോ പാരമ്പര്യത്തെയോ അടിസ്ഥാനപ്പെടുത്തി അല്ല എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. പ്രിയരെ, കൃപയുടെ മറ്റൊരു തലം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കൃപ മനുഷ്യനെ രക്ഷിക്കുവാൻ പ്രാപ്തനാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യനെ കൃപ എന്ത് ചെയ്യും? രക്ഷിക്കുവാൻ പ്രാപ്തനാക്കുന്ന ഒന്നാണ് കൃപ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിയ ദൈവ പൈതലെ, ആകയാൽ പാപമായിരുന്നാലും ശാപമായിരുന്നാലും വെല്ലുവിളിക്കുന്ന ഏത് ശത്രുവിന്റെ പോരാട്ടങ്ങളായിരുന്നാലും പ്രിയ ദൈവ പൈതലെ, ആ അവസ്ഥയിൽ നിന്ന് അവനെ ഉദ്ധരിച്ചെടുക്കുവാൻ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, പലരും പ്രാർത്ഥനാ വിഷയമായി നമ്മുടെ അരികിലേക്ക് വരാറില്ലേ? പൈശാചിക പോരാട്ടമുള്ളവർ ഒക്കെ എത്രയോ പേര് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചോദിക്കാറില്ലേ? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, മകന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ചോദിക്കാറില്ലേ പ്രിയ സഹോദരങ്ങളെ? ഹല്ലേലൂയ. എത്രയോ ഇടങ്ങളിൽ കയറി ഇറങ്ങി എന്തുമാത്രം ചിലവുകൾ ചെയ്ത് അവസാനം അവർ കർത്താവിന്റെ അരികിലേക്ക് ഓടി വരും. എന്നാൽ ആ വ്യക്തിയുടെ പൈശാചിക പോരാട്ടത്തിൽ നിന്ന്, ആ വ്യക്തിയുടെ മോശമായ സ്വഭാവ രീതികളിൽ നിന്ന് ഒക്കെ മാറ്റിയെടുക്കുവാൻ കൃപയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. ദൈവത്തിന് ഇരിക്കുന്ന ഇടത്തുനിന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആകയാൽ കൃപ ഒരു വ്യക്തിയെ ആ വ്യക്തിയിൽ ഒരു മാറ്റത്തെ കൊണ്ടുവരുവാൻ കൃപയ്ക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവജനമേ, വിശ്വാസത്തോടെ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒന്ന് ഉറക്കെ പറഞ്ഞാട്ടെ, യേശുവേ, ഇതുവരെയിലും ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവ കൃപ എന്റെ മേൽ ചൊരിയണം. എത്ര പേർക്ക് ആത്മാർത്ഥതയോടുകൂടെ യേശു കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഇന്ന് ഈ വൈകിയ വേളയിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പറഞ്ഞാട്ടെ, അപ്പാ എന്റെ കർത്താവേ, എനിക്ക് അവിടുത്തെ കൃപ വേണം. എത്ര പേർക്ക് അവിടുത്തെ കൃപ വേണം? അതോ ഈ പ്രാപിച്ച കൃപ മതിയോ? ഈ കൃപ കൊണ്ട് ഇങ്ങനെ അങ്ങ് മുങ്ങി പൊങ്ങി ഇങ്ങനെ അങ്ങ് പോയാൽ മതിയോ? എന്റെ പ്രിയ ദൈവമക്കളെ, ആകയാൽ പുതിയ കൃപയ്ക്ക് വേണ്ടി, പുതിയ അഭിഷേകത്തിന് വേണ്ടി നാം ഓരോരുത്തരും പ്രാർത്ഥിക്കണം, ദൈവസന്നിധിയിൽ നിലവിളിക്കണം. അപ്പോഴാണ് ദൈവം നമുക്ക് കൃപ തരുവാൻ തക്കണം ഇടയായി തരുന്നത്. ഹല്ലേലൂയ. ആ ദൈവ പൈതലെ, കൃപയെന്ന് പറയുമ്പോൾ തന്നെ ഹല്ലേലൂയ, ഒരു വ്യക്തിയിൽ ഉള്ള അഭിഷേകമാണ് കൃപയുടെ ആധാരം എന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. എത്രത്തോളം പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കുന്നുവോ അത്രത്തോളം ആ വ്യക്തിയിൽ കൃപയുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വ്യക്തിയിൽ ഒരു കൃപ വ്യാപരിച്ചു കൊണ്ടേയിരിക്കും. എനിക്കറിയാം പ്രിയ ദൈവമക്കളെ, അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തി അടങ്ങിയിരിക്കുന്നത് സാധ്യമല്ല. ഞാൻ നാട്ടിൽ വരുമ്പോൾ കുമ്പനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് ഒരു വ്യക്തി ഒരു വാഹനത്തിൽ നിന്ന് തിങ്സ് എടുത്ത് കടയിലേക്ക് വെക്കുമ്പോൾ അദ്ദേഹം അന്യഭാഷ പറഞ്ഞുകൊണ്ട് പോകുന്നത് ഞാൻ അവിടെ നിന്ന് കേൾക്കുവാനിടയായി, ഞാൻ കാണുവാനിടയായി തീർന്നു. എനിക്ക് അത്ഭുതം തോന്നി. കാരണം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ജോലിക്കിടയിലും പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തന്റെ ജോലി ചെയ്യുന്നത് എനിക്ക് കാണുവാൻ തക്കണം ഇടയായി തീർന്നു. പ്രിയ ദൈവ പൈതലേ, ആത്മാവിന്റെ നിറവുള്ളവർക്ക് കൃപ പകർന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവജനം ഇരിക്കുന്ന ഇടത്ത് ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, കൃപ പകരപ്പെടും.
എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. ഒരു വ്യക്തിയിൽ ആ കൃപ പകരുമ്പോൾ ആ വ്യക്തിയിൽ വലിയ മാറ്റത്തെ കൊണ്ടുവരുവാൻ ഇടയായിത്തീരും. വലിയ ആ വ്യക്തിയുടെ സ്വഭാവം, ആ വ്യക്തിയുടെ എല്ലാ ആക്ടിവിറ്റീസും അത് മാറിത്തുടങ്ങും, എല്ലാം ചേഞ്ച് ആകും ടോട്ടലി. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ നിറവിലായിരിക്കുമ്പോൾ കൃപ പ്രാപിച്ചവനായി ഒരു മാറ്റത്തെ ആ വ്യക്തിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോഴാണ് പറയുന്ന, ഒരു മാർക്കറ്റിൽ പോയാൽ പോലും അതൊരു ദൈവദാസിയാകട്ടോ, അതൊരു ദൈവദാസനാ. നിങ്ങൾ ഏത് ചർച്ചിലാ പോകുന്നത്? നമ്മളോട് ഓട്ടോമാറ്റിക്കലി അവർ ചോദിക്കും, നിങ്ങൾ ഏത് സഭയിലാണ് പോകുന്നതെന്ന്. എന്നാൽ ഇന്നത്തെ ലോകത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, പെന്തക്കോസ്തുകാരെ പോലും തിരിച്ചറിയാൻ വയ്യാത്തൊരു ലോകത്തിലാണ് നിങ്ങളും ഞാനും ഒക്കെ വന്നെത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ചോദിക്കണം, നിങ്ങൾ സഭയ്ക്കാണ്, നിങ്ങൾ പെന്തക്കോസ്തുകാരാണോ, നിങ്ങൾ ക്രിസ്ത്യാനികളാണോ എന്നൊക്കെ ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെ വസ്ത്രധാരണ, അവരുടെ ഹെയർ സ്റ്റൈലുകൾ, ഇതൊക്കെയും പ്രിയ ദൈവമക്കളെ ജാതികളെ പോലെ തന്നെ ആയി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്നേക്ക് ലോകത്തിനൊരു മാറ്റം ഇല്ല. എന്നാൽ കൃപ ലഭിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തന്റെ കൊടുക്കൽ വാങ്ങലുകൾ, തന്റെ സംസാര രീതി, തന്റെ പ്രവർത്തന എല്ലാ കാര്യങ്ങളിലും താൻ ഒരു വ്യത്യസ്തനായി കാണപ്പെടും. അഭിഷേകം പ്രാപിച്ച വ്യക്തിയിൽ കൃപ പകരപ്പെടുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, കൃപയുള്ള ഒരു ദൈവ പൈതന്റെ ശുശ്രൂഷയിൽ വിടുതലുണ്ടാകും. കൃപയുള്ള ഒരു ദൈവ പൈതന്റെ ശുശ്രൂഷയിൽ രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ പുറത്താക്കപ്പെടും, പാപികൾ മാനസാന്തരപ്പെടും, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അതിശയം. അതായത് ദൈവമക്കളെ, അഭിഷേകമുള്ള ഇടത്ത് അത്ഭുതങ്ങൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, കൃപയുള്ള ഒരു വ്യക്തിയിൽ കൃപയുടെ പകർച്ച എപ്പോഴും കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. എനിക്ക് എൻ്റെ കൂടെ കുറച്ച് കുട്ടീസുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഏത് സമയം എപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയാലും മോശമായ വേടുകൾ ഉപയോഗിച്ചാണ് അവർ തുടങ്ങുന്നത് തന്നെ. എനിക്ക് ചില സമയം വളരെ വേദന തോന്നും, പക്ഷെ എന്നോട് പറയത്തില്ല. അവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ചീത്ത വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഞാൻ പലപ്പോഴും ഞാൻ അവരെ കുറിച്ചൊക്കെ ഞാൻ ലജ്ജിച്ചു പോകാറുണ്ട്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ട് അവരോട് സംസാരിക്കാതെ മാറി അങ്ങിരിക്കും. അങ്ങനെയൊക്കെയാ ഇന്നൊക്കെ ലോകം. അങ്ങനെയാ, സംസാരത്തിൽ പോലും വൃത്തിയില്ലാത്ത സംസാരം. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളെ, ഓൺലൈൻ മാധ്യമത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ, നമ്മുടെ ഈ നമ്മുടെ വാക്കുകളും വർത്തമാനവും ഒക്കെ അത് ദൈവഹിതപ്രകാരം തന്നെ ആയിരിക്കണം. ദൈവ പൈതൽ എന്ന് നമ്മളെ തിരിച്ചറിയണം എന്നാണ് ഞാൻ പറയുന്നതിന്റെ അർത്ഥം. ഹല്ലേലൂയ. ആകെ പ്രിയമുള്ള ദൈവമക്കളെ, വിശ്വാസത്തോടെ ഇരിക്കുന്ന ഇടത്ത് ഉറക്കെ പറഞ്ഞാട്ടെ, ഞാൻ ദൈവത്തെ സ്നേഹിക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് പ്രത്യാശയോടുകൂടെ പറയുവാൻ കഴിയും, ഞാൻ എൻ്റെ അപ്പനെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ കർത്താവിനെ പൂർണ്ണമായി സ്നേഹിക്കുന്നു എന്ന് ഉറപ്പുള്ളവർ, പ്രത്യാശയുള്ളവർ മാത്രം ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പ്രിയരെ, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ സഭകൾക്ക് ദൂതെഴുതുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ എങ്ങനെയാണ് എഫെസസ് സഭയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അവന്റെ സ്നേഹം ക്ഷയിച്ചു പോകുന്നതിനെ കുറിച്ച്. നിന്റെ ആദ്യ സ്നേഹം കുറഞ്ഞുപോയി. എഫെസസ് സഭയ്ക്ക് പറയുന്നത്, നിന്റെ ആദ്യ സ്നേഹം കുറഞ്ഞുപോയി. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ തണുത്തുപോയി. ആദ്യ നൂറ്റാണ്ടുകളിൽ നിനക്കുണ്ടായിരുന്ന ആ സ്നേഹവും ഒന്നും ഇപ്പോൾ കാണാനില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, അത് മാത്രമാണോ? നാം രക്ഷിക്കപ്പെട്ട നാളിൽ ഉണ്ടായിരുന്ന കൃപകളും വരങ്ങളും ഒക്കെ ഇപ്പോഴും ഉണ്ടോ? നാം ചെക്ക് ചെയ്യണം പ്രിയരെ. കണ്ണാടി, വചനമാകുന്ന കണ്ണാടിയുടെ മുൻപിൽ നിന്നിട്ട് നാം നമ്മളെ തന്നെ ഒന്ന് പരിശോധന കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ആദ്യ സ്നേഹം കുറഞ്ഞു പോയി. ആദ്യ സ്നേഹം എവിടെ പോയി? തണുത്തുറഞ്ഞു പോയി. ഹല്ലേലൂയ. സ്നേഹത്തിന് ഭംഗം വന്നിരിക്കുന്നു, സ്നേഹത്തിന് ക്ഷതം വന്നിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടുന്നത്. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഇവിടെ നമുക്ക് 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ഫിലദൽഫിയ സഭയ്ക്ക് ദൂത് പറയുമ്പോൾ അവരോട് ഇങ്ങനെയാണ് പറയുന്നത്, നിനക്ക് അല്പമേ ശക്തി ഉണ്ടായിരുന്നുള്ളൂ, പലപ്പോഴും നീ ബലഹീനൻ. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നീ ബലഹീനൻ. നിനക്ക് വരുന്ന പ്രതികൂലങ്ങൾ നിന്റെ ശക്തിയെക്കാട്ടിലും വലുതായിരിക്കുന്നു എങ്കിലും നീ എന്റെ നാമത്തെ മുറുകെ പിടിച്ച് ബലഹീനതയിലും ദൈവത്തെ സ്തുതിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, ഇവിടെ പറയുന്നത് നീ പലപ്പോഴും ബലഹീനനാ.
ഹല്ലേലൂയ. എങ്കിലും നിനക്ക് അത്രമാത്രം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരുമ്പോഴും നീ ദൈവത്തെ സ്തുതിക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ വചനത്തെ നീ സൂക്ഷിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ബലഹീനനായിരുന്നപ്പോഴും നിന്റെ സ്നേഹത്തിന് ക്ഷയം സംഭവിച്ചില്ല. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിന്റെ ശക്തി കുറഞ്ഞു പോയിട്ടും നിന്റെ സ്നേഹം ക്ഷയിച്ചിട്ടില്ല എന്നാണ് വചനം വ്യക്തമാക്കുന്നത്. പ്രിയരെ, കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് ഇതുവരെ ലോകം അറിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്കിലും നീ എന്നെ സ്നേഹിച്ചു, എന്നെ നീ മുറുകെ പിടിച്ചു. പ്രിയ ദൈവ പൈതലേ, ആകയാൽ ഫിലദൽഫിയ സഭ തന്റെ ബലഹീനതയിലും ഹല്ലേലൂയ ശക്തി ക്ഷയിക്കുമ്പോഴും ഹല്ലേലൂയ അക്ഷയമായി ദൈവത്തെ സ്തുതിച്ചു, അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിച്ചു എന്ന് ഫിലദൽഫിയ സഭയോട് ദൂത് പറയുകയാണ്. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, ദൈവത്തെ നീ അക്ഷയമായി സ്നേഹിക്കുന്നുണ്ടോ? ഇന്ന് ഈ വൈകി വേളയിൽ ദൈവജനമേ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചോദിക്കട്ടെ, കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവിനെ നിനക്ക് യഥാർത്ഥമായി അക്ഷയമായി സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ? അടുത്തതായിട്ട് പെർഗമോസ് സഭയോട് ദൂത് പറയുന്നത് ഇങ്ങനെയാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സാത്താന്റെ സിംഹാസനമുള്ള ഇടത്ത് താമസിക്കുകയാണ്. ഈ സഭ എവിടെയാ താമസിക്കുന്നത് അറിയാമോ? സാത്താന്റെ സിംഹാസനമുള്ള ഇടത്താണ് അത് വസിക്കുന്നത്. എന്നാൽ സാത്താന്റെ ആധിപത്യങ്ങളും ദുരാത്മാക്കളുടെ പോരാട്ടങ്ങളും ഒന്നും ഇവരുടെ ദൈവസ്നേഹത്തെ കുറച്ച് കളഞ്ഞില്ല എന്നത് മനസ്സിലാക്കിക്കൊള്ളു. ഈ സഭ ഇരിക്കുന്നത് തന്നെ സാത്താന്റെ ഇരിപ്പിടത്തിന് അടുത്താണ്. സാത്താന്റെ സിംഹാസനമുള്ള ഇടത്താണ് ഈ സഭ ഇരിക്കുന്നത്. എന്നിട്ടും അവരുടെ സ്നേഹം കുറഞ്ഞു പോയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെയും പറയുന്നത് എന്താണെന്ന് അറിയാമോ? നീ എന്റെ നാമത്തെ മുറുകെ പിടിച്ചോ. ഇന്ന് ഈ വൈകിയ വേളയിൽ ദൈവ പൈതലെ, ഓളങ്ങളും തിരമാലകളും പോലെ പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചുയരുമ്പോൾ നിന്റെ ദൈവത്തെ നിനക്ക് മുറുകെ പിടിക്കുവാനായി കഴിയുന്നുണ്ടോ? പ്രശ്നങ്ങളെ കണ്ട് ഹല്ലേലൂയ മാറി നിൽക്കാതെ മുട്ടിന്മേൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ, നിലവിളിക്കുവാൻ, അപ്പാ എന്ന് നിലവിളിക്കുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനെ സ്നേഹിക്കുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവ പൈതലെ, സാത്താന്യ പോരാട്ടങ്ങൾക്ക് നിന്നിലുള്ള സ്നേഹത്തെ ക്ഷയിപ്പിക്കുവാൻ ഒരു കാരണവശാലും കഴിയത്തില്ല എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. ഒരു യഥാർത്ഥ ദൈവ പൈതലിനെ പിശാചാണവനെ തൊട്ടു നോക്കാൻ പോലും സാധിക്കത്തില്ല എന്റെ പ്രിയരെ. ഹല്ലേലൂയ. സാത്താന്റെ പോരാട്ടങ്ങൾക്കോ മരണത്തിന്റെ ഹല്ലേലൂയ താഴ്വരകൾക്കോ നിന്റെ സ്നേഹത്തെ ഹല്ലേലൂയ നശിപ്പിക്കുവാൻ അഥവാ പറിച്ചു കളയുവാൻ അതിന് കഴിയത്തില്ല എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. എന്ന് പറഞ്ഞാൽ ദൈവ സ്നേഹത്തിൽ നിന്ന് നിന്നെ പിന്തിരിപ്പിക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, ജീവിതത്തിൽ മരണത്തിന്റെ താഴ്വരകൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ മറ്റുള്ളവരുടെ വേർപാടുകൾ വരുമ്പോഴും ഹല്ലേലൂയ ദൈവസ്നേഹം പലപ്പോഴും ക്ഷയിച്ച് പോയിട്ടില്ലേ? ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടില്ലേ? നീ പിന്മാറിപ്പോയിട്ടില്ലേ? കടബാധ്യതകൾ നിനക്ക് ഭാരങ്ങൾ കൂടിയപ്പോൾ, സാമ്പത്തിക മേഖലയിലുള്ള ഞെരുക്കം നിനക്ക് സംഭവിച്ചപ്പോൾ നീ കർത്താവിനെ പിറുപിറുത്ത്, കർത്താവിനെ നീ ദുഃഖിപ്പിച്ച് കടന്നുപോയില്ലേ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഡോക്ടർമാർ വിധി എഴുതിയ ചില രോഗത്തിന് നീ അടിമയായപ്പോൾ, നീ രോഗത്താൽ ബാധിക്കപ്പെട്ട് ആരും അറിയാതെ നീ തനിച്ചായിരുന്ന സമയത്ത് പോലും കർത്താവിനെ നിന്ദിച്ച് അപമാനിച്ച്, എന്നെ കർത്താവേ നീ ഇത് കാണുന്നില്ലേ എന്ന് ചോദിച്ച് പിറുപിറുത്ത നാളുകളില്ലേ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ വചനത്തിന് മുൻപിൽ ഒന്ന് താഴ്ത്തി സമർപ്പിച്ചു കൊടുക്ക. കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനായി കഴിയും? എത്ര പേർക്ക് ദൈവസന്നിധിയിൽ സമർപ്പണമുണ്ട്? ഹല്ലേലൂയ. നിരന്തരമായ പൈശാചിക പോരാട്ടങ്ങൾ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ കർത്താവിനുള്ള സ്നേഹം ക്ഷയിച്ചു പോയില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാത്രിയുടെ യാമങ്ങൾ ഉറങ്ങുവാൻ കിടന്നാൽ ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേറ്റ് നടന്ന് എത്രയോ രാത്രിയുടെ യാമങ്ങൾ ഹല്ലേലൂയ നീ നെടുവീർപ്പിട്ട ദിനങ്ങൾ നിന്റെ മുൻപിൽ ഇല്ലേ കുഞ്ഞേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തോടുള്ള നിന്റെ സ്നേഹം
ക്ഷയിച്ചു പോയോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, അക്ഷയമായി ദൈവത്തെ സ്നേഹിക്കുവാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നത് ഹല്ലേലൂയ നമ്മെ തന്നെ സ്വയം എന്ന് പരിശോധന കഴിക്കണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ആകിയാൽ പ്രിയരെ, ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടി ദൈവം ഹല്ലേലൂയ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് കൃപയാ. ഹല്ലേലൂയ. അത് പ്രിയരെ, പുത്തൻ പുതിയ കൃപകളും വരങ്ങളും തന്ന കർത്താവ് ഈ നാളുകളായി നിന്നെ ബലപ്പെടുത്തുവാൻ കർത്താവ് ശക്തനായിരിക്കുക. അടുത്തതായിട്ട് സ്മൂർണ സഭയോട് വെളിപ്പാട് അവരോട് ദൂത് പറയുന്നത് ഇങ്ങനെയാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: ഈ സഭ കഷ്ടതയുടെ ദാരിദ്ര്യത്തിന്റെ സഭയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ പറയണം. ഈ സഭ കഷ്ടതയുടെ ദാരിദ്ര്യത്തിന്റെ സഭയാണ്. എനിക്ക് എന്റെ വാട്സപ്പ് കൂട്ടായ്മയിൽ ഒരു ദൈവദാസി ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ. ഇപ്പൊ ഇല്ല ആ സഹോദരി നാട്ടിലെ IPSലെ ഒരു കർത്തദാസന്റെ ഭാര്യയാണ്. എന്നോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു: എൻ്റെ സിസ്റ്ററേ, ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ആയി, പക്ഷേ ഒരുപാട് പാവപ്പെട്ടവരുള്ള ഒരു സഭയിലേക്കാണ് ഞങ്ങളെ ഈ പ്രാവശ്യം മാറ്റിയത്. ഞങ്ങൾക്ക് അങ്ങോട്ടാണ് പോയത്, ഞങ്ങളെ അങ്ങോട്ടാണ് അയച്ചതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ട്രാൻസ്ഫർ ചോദിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട് പ്രിയ ദൈവ പൈതലെ? ഹല്ലേലൂയ. എനിക്കത് കേട്ടപ്പം വല്ലാത്തൊരു വിഷമം തോന്നി. പ്രൈസ് അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസിയാ, പക്ഷെ അറിയാതെ അങ്ങ് പറഞ്ഞുപോയി. ആ സഭയിലുള്ളവർ അവർ സാമ്പത്തികമായി ഒരുപാട് ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ആ സഭയിൽ തുടരുവാൻ താല്പര്യമില്ലാതെ എന്താ പറഞ്ഞതെന്നറിയാമോ? ട്രാൻസ്ഫർ ചോദിച്ചിരിക്കുക. കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ട്രാൻസ്ഫർ ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കണമേ എന്നാ എന്നോട് പറഞ്ഞത്. പ്രിയ ദൈവ പൈതലേ, ഇവിടെ സ്മൂർണ സഭയെ കുറിച്ച് പറയുന്നത് ദാരിദ്ര്യമുള്ള സഭ. പ്രൈസ് ദി ലോർഡ്. ഈ സഭ കഷ്ടതയുടെ ദാരിദ്ര്യത്തിന്റെ സഭയാണ്. കഷ്ടതയുടെ ദാരിദ്ര്യത്തിന്റെ സഭ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, സ്മൂർണ സഭ ദൂഷണങ്ങൾ, അപവാദങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങൾ കേൾക്കുന്ന ഒരു സഭയാ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഉള്ളതൊക്കെ പാവങ്ങളാട്ടോ. അതുകൊണ്ടാ ഹല്ലേലൂയ മറ്റുള്ളവരുടെ മുമ്പിൽ എപ്പോഴും കരുടാ. ഹല്ലേലൂയ. ഈ സഭയുടെ 3 കാര്യങ്ങൾ: ഒന്ന് കഷ്ടത, ദാരിദ്ര്യം, അപമാനം. പ്രിയ ദൈവ പൈതലേ, കർത്താവ് പറയുന്നു ഇനി കുറെ കൂടെ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും. ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? ഇനി കുറെ കൂടെ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും. എനിക്ക് പലരും പറയാറുണ്ട്, എൻ്റെ പൊന്നെ, ഞാൻ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം ഒരുപാട് കഷ്ടതയും പ്രയാസവും, ഒരിക്കലും ഇത് കൂടെ തീരുന്നില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. അവർ വിചാരിക്കുന്നത് യേശു കർത്താവിനെ അറിഞ്ഞാൽ ഉടൻ അവരുടെ കഷ്ടതയെല്ലാം മാറുമെന്ന് അവർ വിചാരിക്കുന്നത്. കർത്താവ് ഓൾറെഡി പറഞ്ഞിട്ടില്ലേ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്, എങ്കിലും ഞാൻ കഷ്ടങ്ങളെ ജയിച്ചവനാ. അരുമനാഥന്റെ മുഖത്തേക്ക് നോക്കി ഒരു ആമേൻ പറഞ്ഞാട്ട് ദൈവജനമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? കർത്താവ് പറഞ്ഞത് ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്. ഇവിടെ ഹല്ലേലൂയ സ്മൂർണ സഭയോട് പറയുന്നത് ഈ സഭ ദാരിദ്ര്യത്തിന്റെ സഭയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേക അപമാനങ്ങളും നിന്ദകളും ഒക്കെ കേൾക്കുന്ന ഒരു സഭയും കൂടെയാ. എന്നാൽ ആ സഭയോട് പിന്നെയും പറയുന്നത് എന്തറിയാമോ? കുറെ കൂടി കഷ്ടങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്മൂർണ സഭയെ വിശ്വസ്തനായിരിക്കാം. ആമേൻ. ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? സ്മൂർണ സഭയെ വിശ്വസ്തനായിരിക്കുന്ന വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്. ഹല്ലേലൂയ. എങ്കിലും നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്. വിശ്വസ്തനായിരിക്കാം. ഹല്ലേലൂയ. വിശ്വസ്തയായിരിക്കാം. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വാക്ക് മാറാത്ത ദൈവമാ. ആമേൻ പറഞ്ഞു തുടങ്ങണം ദൈവമക്കളെ. ഹല്ലേലൂയ. ഇരിക്കുന്നിടത്ത് കർത്താവിനെ സ്തുതിച്ചാട്ടെ. വിളിച്ച ദൈവം വിശ്വസ്തനാ. പാതി വഴിയിൽ എങ്ങും വിട്ടേച്ചു പോകുന്ന ഒരു കർത്താവിനെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, സ്മൂർണ സഭയോട് പറയാ, വിശ്വസ്തനായിരിക്കാം. ഹല്ലേലൂയ. പരീക്ഷ മാറാതെ പിന്നെയും പരീക്ഷയുടെ ദിനങ്ങൾ നീണ്ടു നിൽക്കുകയാണ്. ഹല്ലേലൂയ. ആകയാൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒന്നും തീരാൻ പോകുന്നില്ല. അത് കൂടിക്കൂടി വരത്തേ ഉള്ളൂ. ആകയാൽ പ്രാർത്ഥന വിട്ടു പോകരുത്. കർത്താവിനെ നമ്മൾ പിൻപറ്റി പിന്നെയും ശോധനകൾ, ആ ശോധനകളെ നമ്മൾ മുന്നേറുവാൻ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയരെ, ഞാൻ നിനക്കായി കരുതി വെച്ചിരിക്കുന്ന ഒരു കൃപ തരാൻ പോകുക. എന്നിട്ട് അവരോട് പറയുക, ഞാൻ നിങ്ങൾക്ക് ആയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന കൃപ നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുക.
പോകുകയാണ്. എന്താണെന്നറിയാമോ? നീ അക്ഷയനായി എന്നെ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ ഓൺലൈനിലായിരിക്കുന്ന ദൈവജനത്തോട് പറയുവാനുള്ളത്, അക്ഷയനായി ദൈവത്തെ സ്നേഹിക്കണം. ആ ദൈവത്തെ സ്നേഹിക്കുവാൻ നാം പഠിച്ചിരിക്കണം, നാം അറിഞ്ഞിരിക്കണം. നമുക്ക് ഒരുപാട് കഷ്ടങ്ങളും നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവരാ, കുടുംബവും കുട്ടികളും ഒക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഉപരിയായി നിന്റെ കർത്താവിന് നീ പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ നിനക്ക് മുന്നേറുവാൻ, നിനക്ക് മുൻപോട്ട് കടന്നു വരുവാൻ കഴിയുന്നു എങ്കിൽ കുഞ്ഞേ, കർത്താവ് നിന്നെ സ്നേഹിക്കുവാൻ തുടങ്ങും. നീ കർത്താവിനെ സ്നേഹിക്കുമ്പോൾ കർത്താവ് നിന്നെ സ്നേഹിക്കാൻ തുടങ്ങും. ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ റോസ് ഫാമിലി പ്രേയർ ഗ്രൂപ്പിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് ഞാൻ എടുക്കാറുണ്ട്. അത് പലരും കാണുന്നുണ്ട്, പലരും എന്നെ അതിൽ വെച്ച് അതിലൂടെ വിളിക്കുകയും ചെയ്യാറുണ്ട്. അപ്പൊ പലർക്കും അത് അനുഗ്രഹമായി മാറുന്നത് എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിൽ കഴിഞ്ഞ മിനിഞ്ഞാന്ന് ഞാൻ എടുത്തിരുന്നത് പ്രാർത്ഥനയെ കുറിച്ചാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൽ ഞാൻ പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ഇടയായി തരുന്നത്, നാം രാത്രിയുടെ യാമങ്ങളിലൊക്കെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാം പലപ്പോഴും ചിന്തിക്കും, പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കർത്താവിനിക്ക് മറുപടി തരുന്നില്ല എന്ന്. അങ്ങനെയല്ല പ്രിയ സഹോദരങ്ങളെ. നാം 3 മണിക്ക് എഴുന്നേൽക്കുന്നു എങ്കിൽ നിത്യമായി നമ്മൾ ദിനംതോറും നമ്മൾ 3 മണി സമയത്ത് നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ മുട്ടുമടക്കുന്നു എങ്കിൽ 2:59 ആകുമ്പോൾ കർത്താവ് നിന്റെ ആ അറയിൽ, നീ ആയിരിക്കുന്ന മുറിയിൽ, ഹല്ലേലൂയ, നിനക്ക് മുൻപായി എന്റെ കർത്താവ് അവിടെ വന്നിരിക്കും. നീ എഴുന്നേറ്റിട്ടുണ്ടോ? നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? നീ എങ്ങനെയാ, നിന്റെ പ്രാർത്ഥന എങ്ങനെയാ, ഏത് തരത്തിലാണെന്ന് അറിയുവാനും നിന്നോടൊപ്പം കർത്താവ് വസിക്കുവാനുമായി എന്റെ കർത്താവ് ഇറങ്ങി വരുന്ന ദൈവമാ. വിശ്വാസമുള്ള ദൈവജനം ഇരിക്കുന്ന ഇടത്ത് എന്റെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് തുടങ്ങണം. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ, ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ നിനക്കായി തരാൻ പോകുന്നത് ഹല്ലേലൂയ കൃപയാ. ആ കൃപയെ നിനക്ക് തരണമെങ്കിൽ നീ അക്ഷയനായി, ഹല്ലേലൂയ, നീ എന്നെ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഒന്ന് ചേർന്ന് പറഞ്ഞാട്ടെ, ഞാൻ എന്റെ കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കും എന്ന എത്ര പേർക്ക് ഉറപ്പോടുകൂടെ വിശ്വാസത്തോടുകൂടെ പറയുവാനായി കഴിയും? കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നപ്പ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നപ്പ, അങ്ങ് എന്നോട് ഇടപെടണമേ, അങ്ങ് എന്നോട് സംസാരിക്കണമേ, അങ്ങ് എന്റെ കർത്താവ് എന്റെ അരികിലേക്ക് ഇറങ്ങി വരണമേ എന്ന എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാനായി കഴിയും? അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഓടിച്ചെന്നിരുന്ന് അങ്ങ് പ്രാർത്ഥിക്കുകയല്ല ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഞാൻ പറയാം, നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് പറയാം. നമ്മളൊരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്റെ പ്രിയരെ, നമ്മൾ സംസാരിക്കുന്ന, നമ്മൾ വിളിക്കുന്ന ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് റിപ്ലൈ കിട്ടുന്നില്ല എങ്കിൽ നാം എന്ത് ചെയ്യും? നാം അവരോട് ചോദിക്കും, ഹലോ, കേൾക്കുന്നുണ്ടോ, കേൾക്കാമോ എന്ന് നമ്മൾ അവരോട് ചോദിക്കും. എന്നിട്ട് അവരിൽ നിന്ന് പിന്നെയും നമുക്ക് മറുപടി ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാകും റേഞ്ച് ഇല്ല, ഇത് റേഞ്ചിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ട് മാറി നിൽക്കും. ആ പ്ലേസ് വിട്ട് മാറി നിന്നിട്ട് വീണ്ടും നമ്മൾ അവർക്ക് റിങ്ങി വിടും. നമുക്ക് റിങ്ങി വിട്ടിട്ട് നമുക്ക് അവരെടുക്കുമ്പോൾ നമ്മൾ പിന്നെയും ചോദിക്കും, കേൾക്കാമോ സിസ്റ്ററെ, കേൾക്കാമോ ബ്രദർ, കേൾക്കാമോ എന്ന് നമ്മൾ ചോദിക്കും. അവർ കേൾക്കാമെന്ന് പറയുമ്പോഴാണ് അവരോട് നമ്മൾ സംസാരിക്കുന്നത്. കുഞ്ഞേ, ഇന്ന് ഈ വൈകിയ വേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ നിറഞ്ഞ് നിങ്ങളോട് സംസാരിക്കുന്ന ഒരു കാര്യം, നീ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ദൈവവുമായിട്ട് നിനക്കൊരു കണക്ഷൻ ഉണ്ടോ എന്ന് നീ എത്ര ദിവസം നീ ചെക്ക് ചെയ്തിട്ടുണ്ട്? നീ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ കർത്താവുമായിട്ട് എനിക്കൊരു കണക്ഷൻ ഉണ്ടോ? ഹല്ലേലൂയ. ചുമ്മാ വന്നിരുന്ന് പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് പോയാൽ നിനക്ക് മറുപടി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് നീ കർത്താവിനോട് പിറുപിറുത്തിട്ട് കാര്യമില്ല. പ്രിയ ദൈവ പൈതലേ, ദൈവവും നിനക്കുമായി ഒരു അഭേദ്യ ബന്ധമുണ്ടോ എന്ന, ഒരു കണക്ഷൻ ഉണ്ടോ എന്ന ഹല്ലേലൂയ നാം ചെക്ക് ചെയ്തിട്ട് വേണം കർത്താവിന്റെ സന്നിധിയിൽ താണിരിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവ മക്കളെ, ഹല്ലേലൂയ, പ്രിയ ദൈവജനമേ, അക്ഷയമായി നാം ദൈവത്തെ സ്നേഹിക്കണം. കഷ്ടങ്ങൾ വന്നാലും, ദാരിദ്ര്യം വന്നാലും, അപമാനം വന്നാലും, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ ഒരു ശക്തിക്കോ വ്യക്തിക്കോ ആർക്കും തന്നെ നമ്മളെ വ്യതിചലിപ്പിക്കപ്പെടുവാൻ, പിന്മാറ്റത്തിന് അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയത്തില്ല. ആർക്കും നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചാലേ കൊണ്ടുവരാൻ കഴിയത്തില്ല പ്രിയരെ. കാരണം എന്താ? ദൈവത്തിന്റെ കൃപ നമ്മിൽ പകരുവോളം, ദൈവത്തിന്റെ കൃപ നമ്മിൽ വസിക്കുവോളം നിശ്ചയമായും ഹല്ലേലൂയ ആ കൃപയിൽ നമുക്ക് വളരുവാൻ സാധിക്കും. ആ കൃപയിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കും. ആകയാൽ പ്രിയമുള്ള ദൈവ പൈതലേ, ഹല്ലേലൂയ, ഒരു ശക്തിക്ക് നമ്മളെ ദൈവസ്ഥാനത്തിൽ വ്യതിചലിപ്പിക്കുവാൻ കഴിയത്തില്ല എന്ന് നാം ചിന്തിക്കണം. ഹല്ലേലൂയ. എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് കൊണ്ടൊരു ദൈവിക കൃപ, ഒരു ദൈവിക സാന്നിധ്യം, അസാധാരണമായ ഒരു ദൈവ കൃപ, ഹല്ലേലൂയ പ്രിയരെ, പകരപ്പെടുന്ന ഒരു കൃപ, ഹല്ലേലൂയ നമ്മിൽ വസിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയുവാനായിട്ട് കഴിയുന്നത്. ആകയാൽ
പ്രിയരെ ഉയരത്തിലേക്ക് നോക്കി പറഞ്ഞാട്ടെ, അപ്പാ ഹല്ലേലൂയ, ജീവിതത്തിൽ എത്ര കഷ്ടങ്ങൾ, എത്ര പ്രയാസങ്ങൾ, എത്ര പ്രതികൂലങ്ങൾ കടന്നു വന്നാലും അക്ഷയമായി ഞാൻ എൻ്റെ അപ്പനെ സ്നേഹിക്കും, ഞാൻ എൻ്റെ അപ്പനെ സ്നേഹിക്കും. എത്ര പേർക്ക് പറയുവാൻ കഴിയും, അപ്പാ അവിടുത്തെ കൃപ എൻ്റെ മേൽ പകരണമേ എന്ന്. ഹല്ലേലൂയ, അപ്പാ എൻ്റെ മേൽ അവിടുത്തെ കൃപയെ പകരണമേ, പുതിയ കൃപ എൻ്റെ മേൽ പകരണമേ, അഭിഷേകത്തിന്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ എന്ന് എത്ര പേർക്ക് ഇന്ന് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ കഴിയും. ആരെല്ലാം സമർപ്പിക്കപ്പെടുന്നുവോ ഹല്ലേലൂയ ദൈവ പൈതലേ, ഇന്ന് ഹല്ലേലൂയ കർത്താവ് നിന്നോട് സംസാരിക്കുന്ന ഒരു ദിനമായി മാറും. നീ അത്ഭുതത്തെ കാണുന്ന ഒരു ദിവസമായി മാറും. ഹല്ലേലൂയ. ഹബക്കൂക്കിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഞാനിവിടെ വായിക്കാം. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഹബക്കൂക്കിന്റെ ജീവിതത്തിൽ ഓരോ അവസ്ഥകളും എണ്ണിപ്പറയുകയാണ് ഇവിടെ. ഹല്ലേലൂയ. ഇവിടെ സുരേഷ് ബ്രദർ എൻ്റെ ഫോൺ നമ്പർ എൻ്റെ ഇതിലുണ്ട്, ഹെഡിങ്ങിലുണ്ട്. ആ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. പ്രിയ ദൈവ പൈതല്, ഒരു കാര്യം വ്യക്തമായി വിളിച്ചു പറയട്ടെ. ഇവിടെ ഹബക്കൂക്ക് പറയുന്നത് ഹല്ലേലൂയ ഒരു തരത്തിലുമുള്ള നന്മയും തനിക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നില്ല എന്ന് ഒന്നെന്നാ എണ്ണി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരൊറ്റ മുന്തിരിങ്ങ പോലും കിട്ടത്തില്ല. പ്രിയ ദൈവമക്കളെ, പിതാക്കന്മാരുടെ കാലം തുടങ്ങി ചെയ്യുന്ന ഒലിവ് പോലും ഫലം കൊടുക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. വയലുകൾ ശൂന്യമായി കിടക്കുന്ന ഒരവസ്ഥ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. 1-ാം തീയതി മുതൽ 30 ദിവസം ജോലി ചെയ്തതിന് ശേഷം 30-ാം തീയതി അല്ലെങ്കിൽ 1-ാം തീയതി സാലറി വാങ്ങും. 5 ദിവസം വരെയൊക്കെ കഷ്ടിച്ച് പലരുടെയും കൈവശം ഉണ്ടാകും. 10-ാം തീയതി ആകുമ്പോഴത്തേക്ക് 10 രൂപ പോലും അവരുടെ കൈ കാണത്തില്ല. എന്നിട്ടോ പ്രിയ ദൈവമക്കളെ, 12-ാം തീയതി 13-ാം തീയതി ഒക്കെ വരുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഫൈനാൻസ് എടുത്ത് അടുത്ത പുതിയ കടനുകൾ ഉണ്ടാക്കുന്നത് കാണുവാനായിട്ട് കഴിയും. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, ഇന്നേക്ക് അനേകരുടെ ജീവിതത്തിൽ നീ അധ്വാന ഫലം പോലും നിനക്ക് ലഭ്യമാകാതെ, നിനക്കത് അനുഭവിക്കുവാൻ വഴിയില്ലാതെ ഇന്നേക്ക് അനേകരുടെ ജീവിതം ഇങ്ങനെ തകർന്നു പോകുന്നത് കാണാറില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഹബക്കൂക്ക് പറയുന്നത് എന്താണെന്ന് അറിയാമോ? പിതാക്കന്മാരുടെ കാലം തുടങ്ങി ചെയ്യുന്ന ഒലിവ് പോലും ഫലം കൊടുക്കുകയില്ല, വയലുകൾ ശൂന്യമായി കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആട്ടിൻകൂട്ടങ്ങൾ, ഗോശാലകൾ എല്ലാം ചത്ത് മലക്കും. പ്രൈസ് ദി ലോർഡ്. ഹബക്കൂക്ക് വ്യക്തമായി വിളിച്ചു പറയാ, അപ്പോഴും ഞാൻ എൻ്റെ ദൈവത്തിൽ സന്തോഷിക്കും. ഹബക്കൂക്ക് പറയുന്ന ഒരു കാര്യം, തന്റെ അനുഭവത്തെ താൻ വിവരിച്ചിട്ട് അവസാനമായി ഹബക്കൂക്ക് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഞാൻ എൻ്റെ ദൈവത്തിൽ സന്തോഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ദൈവത്തിൽ സന്തോഷിക്കും. എൻ്റെ പ്രിയരെ, നമ്മുടെ വിശ്വാസം, ഉറപ്പ് ഹല്ലേലൂയ എങ്ങനെയാണ് എന്നത് നാം ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ ഒന്ന് ശോധന കഴിക്കണമേ എന്ന് നാം ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അക്ഷയമായി നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ചെറിയ വിഷയങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ, ചെറിയ ശോധനകൾ വരുമ്പോൾ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തോട് വെറുപ്പില്ലാതെ, അല്ലെങ്കിൽ ദൈവത്തെ കുറ്റം പറയാതെ ദൈവസന്നിധിയിൽ താണിരിക്കണം. കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നപ്പ, അങ്ങനോട് ഇടപെടണമേ, എൻ്റെ വിഷയത്തിൽ അപ്പൻ ഇറങ്ങി വരണമേ എന്ന് തന്നെ നമുക്ക് പ്രത്യാശയോടുകൂടെ, കർത്താവ് ഇറങ്ങി വരുമെന്നുള്ള പ്രത്യാശയോടുകൂടെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, പൂർണ്ണമായും ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നിശ്ചയമായും ഹല്ലേലൂയ ഹബക്കൂക്ക് പറഞ്ഞതുപോലെ, ഞാൻ എൻ്റെ ഈ പ്രശ്നങ്ങളിലൊക്കെ എനിക്ക് ഇത്രമാത്രം തകർച്ചയുടെ ജീവിതത്തിനകത്ത് ഉണ്ടായപ്പോഴും ഞാൻ എൻ്റെ ദൈവത്തിൽ സന്തോഷിക്കും, ഞാൻ എൻ്റെ ദൈവത്തിൽ സന്തോഷിക്കും. ഇരിക്കുന്ന ഇടത്ത് ദൈവജനം ഒന്നുറക്കെ പറഞ്ഞാട്ടെ, ഞാൻ എൻ്റെ ദൈവത്തിൽ സന്തോഷിക്കും. എത്ര പേർക്ക് ആത്മാർത്ഥതയോടുകൂടെ പറയുവാൻ കഴിയോ? കഷ്ടങ്ങൾ വന്നോട്ടെ, പ്രയാസങ്ങൾ വന്നോട്ടെ, പ്രതികൂലങ്ങൾ വന്നോട്ടെ, ഞെരുക്കങ്ങൾ കടന്നു വരട്ടെ, എന്ത് തന്നെ വന്നിരുന്നാലും ഞാൻ എൻ്റെ ദൈവത്തിൽ സന്തോഷിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ നെബൂഖദ്നേസർ രാജാവിനെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നെബൂഖദ്നേസർ രാജാവ് ഉണ്ടാക്കിയ സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കാത്ത 3 വ്യക്തികൾ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ഹല്ലേലൂയ, ഇവരോട് തീരുമാനമെടുത്ത്, എന്താ തീരുമാനമെടുത്തത്? ഇവരെടുത്ത തീരുമാനം, ഈ ദൈവം ഞങ്ങൾ സ്നേഹിക്കുന്ന, ഞങ്ങൾ സേവിക്കുന്ന, ഞങ്ങൾ ആരാധിക്കുന്ന ഈ ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും ഇല്ലെങ്കിലും
ഈ ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഈ ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുകയല്ല, ഞങ്ങൾ സേവിക്കുകയില്ല എന്ന് അവർ ഉറച്ച തീരുമാനമെടുത്തു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. ഇവർ പറഞ്ഞെന്താ? ബിംബത്തെ ഞങ്ങൾ സേവിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, വിടുതലുകൾക്ക് അവരുടെ ദൈവസ്നേഹത്തെ സ്വാധീനിക്കുവാൻ കഴിയുകയില്ല എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, എരിയുന്ന തീച്ചുളയിൽ നാലാമനായി, ഹല്ലേലൂയ, ദാ 3 പേരുടെ പിറകിലായിട്ട് ഇതാ പ്രിയരെ, നാലാമനായി മനുഷ്യപുത്രന് തുല്യനായി കർത്താവ് നടന്നു നീങ്ങുകയാ അവരോടൊപ്പം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ദൈവ പൈതലേ, പ്രാർത്ഥനയിൽ ശക്തിപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വലിയ പ്രശ്നങ്ങളൊക്കെ കടന്നു വന്നാലും, പ്രൈസ് ദി ലോർഡ്, വലിയ വലിയ പ്രതികൂലങ്ങൾ കടന്നു വന്നാലും നാം ഓർക്കും നാം തനിച്ച് തന്നെയാ, നമ്മോട് കൂടെ ആരുമില്ല എന്ന്. എന്നാൽ നിന്നോട് കൂടെ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാകും. ഹല്ലേലൂയ. അഗ്നിയുടെ നടുവിൽ ഇറങ്ങി വന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യം. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിന്റെ ആ വലിയ പ്രത്യാശ എത്ര വലുതാ, അവരുടെ വിശ്വാസം എത്ര വലുതായിരുന്നു. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, അവരോടൊപ്പം ഹല്ലേലൂയ കർത്താവ് നടന്നു നീങ്ങുന്നത് കാണുവാൻ കഴിയുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, അക്ഷയമായി അവർ ദൈവത്തെ സ്നേഹിച്ചിരുന്നു, അക്ഷയമായി അവർ ദൈവത്തെ സ്തുതിച്ചിരുന്നു, അക്ഷയമായി അവർ ദൈവത്തെ ആരാധിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ആകയാൽ വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു നല്ല തീരുമാനമെടുക്കണം. എത്ര പ്രതിസന്ധി വന്നാലും, ഹല്ലേലൂയ, ഞാൻ എൻ്റെ ദൈവത്തെ അക്ഷയമായി സ്നേഹിക്കും, ഞാൻ എൻ്റെ ദൈവത്തെ മുറുകെ പിടിക്കും, ഞാൻ എൻ്റെ ദൈവത്തിൽ സന്തോഷിക്കും. ഹല്ലേലൂയ. ഹബക്കൂക്ക് പറയുന്നത്, ഞാൻ എൻ്റെ ദൈവത്തിൽ സന്തോഷിക്കും. പ്രൈസ് ദി ലോർഡ്. അസാധാരണമായ ഒരു ദൈവകൃപ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, പകരപ്പെടുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, അക്ഷയമായി നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ പകരപ്പെടുന്ന ഒരു ദൈവ കൃപയുണ്ട്, ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. ഇറങ്ങി വരുന്ന ഒരു ദൈവിക സാന്നിധ്യം എൻ്റെ പ്രിയരെ, അത് പകരപ്പെടുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, കൃപയുള്ള ഒരു ദൈവ പൈതലിന് ഹല്ലേലൂയ സംസാരിക്കാൻ തുടങ്ങുമ്പോഴും ശരി, തന്റെ യാത്രയിലാണെങ്കിലും ശരി, ഭവനത്തിലാണെങ്കിലും ശരി, താൻ ജോലി ചെയ്യുന്ന ഇടത്താണെങ്കിലും ശരി, താൻ മാറിപ്പോകുകയില്ല കേട്ടോ. ഹല്ലേലൂയ. എല്ലാ ഇടത്തിലും തന്റെ ദൈവത്തെ താൻ ഹല്ലേലൂയ മുൻനിർത്തിക്കൊണ്ട് മാത്രമായിരിക്കും തന്റെ മുൻപോട്ടുള്ള ജീവിതം, തന്റെ യാത്ര. ഹല്ലേലൂയ. ആകയാൽ പ്രിയരെ, പകരപ്പെടുന്ന ഒരു കൃപ, പകരപ്പെടുന്ന ഒരു ദൈവിക സാന്നിധ്യം തനിക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമുക്കറിയാം, യോഹന്നാനെ ഡൊമിഷ്യൻ ചക്രവർത്തിയാൽ താൻ നാടുകടത്തപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. പത്മോസിലേക്ക് നാടുകടത്തപ്പെടുമ്പോൾ പ്രിയ ദൈവ പൈതലെ, പത്മോസ് എന്ന ഇരുണ്ട ദ്വീപിൽ വന്യമൃഗങ്ങൾ, പർവ്വതങ്ങൾ, പാറക്കെട്ടുകൾ നിറഞ്ഞ വിജന പ്രദേശം അത്. എങ്കിലും അവിടെ താൻ ഏകനായി താൻ ആയിരിക്കുന്ന സാഹചര്യം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, പത്മോസിന്റെ ഏകാന്തതയിലേക്ക് ഒരു മനുഷ്യൻ അവിടേക്ക് കടന്നുപോയാൽ നിശ്ചയമായി അവൻ മടങ്ങി വരുവാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വന്യമൃഗങ്ങൾ, ഘോര മൃഗങ്ങളാൽ ഹല്ലേലൂയ നിറയപ്പെട്ടതാണ് പത്മോസ്. ഹല്ലേലൂയ. എന്നാൽ പത്മോസ് ദ്വീപിലേക്ക് യോഹന്നാൻ നാടുകടത്തപ്പെട്ടപ്പോഴും അവിടെയും താൻ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി ഹല്ലേലൂയ കർത്താവ് ഒരുക്കുന്ന രാജ്യത്തെ കുറിച്ച്, അതേ പ്രിയരെ, ഹല്ലേലൂയ, താൻ അവിടെ ഇരുന്ന് ദർശനം കാണുകയായിരുന്നു, ദൈവമായിട്ട് താൻ സംസാരിക്കുകയായിരുന്നു എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. ആകയാൽ പ്രിയ ദൈവ പൈതലേ, തന്റെ പ്രാണനാഥനോട് യോഹന്നാൻ സംസാരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ എന്താണെന്നറിയാമോ ദൈവമക്കളെ? അത് പറയുമ്പോൾ കഴുകനെ കുറിച്ച് ഞാൻ പറയട്ടെ. കഴുകന്റെ ചിറകടികൾക്കോ മൃതിയടഞ്ഞ നഖങ്ങളുടെ ദുർഗന്ധങ്ങൾക്കോ, ഹല്ലേലൂയ, ദൈവ പൈതലെ, ഡോമിഷ്യന്റെ പീഡകൾക്കോ ഈ റോമൻ നരാധിപത്യത്തിനോ ദൈവസ്നേഹത്തെ നശിപ്പിക്കുവാൻ കഴിയത്തില്ല എന്റെ പ്രിയ സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പത്മോസിന്റെ ഏകാന്തതയിലും താൻ യോഹന്നാൻ ദർശനം പ്രാപിച്ചു. താൻ ദർശനം കണ്ടുകൊണ്ട് ദർശനത്തിൽ താൻ ദൈവമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലെ, ജീവിതത്തിലെ വെല്ലുവിളികൾക്ക്, നിന്ദകൾക്ക്, അപമാനങ്ങൾക്ക്, പ്രൈസ് ദി ലോർഡ്, ഒരു ശക്തിക്കും ദൈവ സ്നേഹത്തിൽ നിന്ന് നിന്നെ പിന്തിരിപ്പിക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ഉറച്ചു വിശ്വസിച്ചാട്ടെ, ഒന്ന് ഉറച്ചു പറഞ്ഞാട്ടെ, എന്റെ ദൈവത്തെ ഞാൻ അക്ഷയമായി ഞാൻ ദൈവത്തെ സ്തുതിക്കും.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ, സമയം നമ്മുടെ മുൻപിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കട്ടെ. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ കാരാഗ്രഹത്തിൽ പത്രോസിന്റെ അരികിൽ ഒരു ദൈവിക സാന്നിധ്യം ഇറങ്ങി വന്നത് നമുക്കെല്ലാവർക്കും അറിയാലോ എന്റെ പ്രിയ സഹോദരങ്ങളെ. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ നിന്ന് 1-ാം കാവൽ, 2-ാം കാവൽ ഒക്കെ ദൈവമക്കളെ താണ്ടി പട്ടണത്തിന് പുറത്ത് പത്രോസിനെ ദൈവത്തിന്റെ ദൂതൻ കൊണ്ടുവരികയാണ്. പ്രൈസ് ദി ലോർഡ്. പത്രോസിനെ ദൈവത്തിന്റെ ദൂതൻ കൊണ്ടുവരികയാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ദൂതനെ കുറിച്ച് എല്ലാവരും പറയാറുണ്ട്. ദൂതൻ പത്രോസിനെ വെളിയെ കൊണ്ടുവന്നു എന്നെല്ലാവരും പറയാറുണ്ട്. പക്ഷേ അതിന്റെ തലേ ആഴ്ചയിൽ യാക്കോബ് എന്ന അപ്പോസ്തലനെ കൊന്നു കളയുമ്പോൾ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു ദൂതനും യാക്കോബിനെ സംരക്ഷിക്കുവാൻ ഇറങ്ങി വന്നില്ല. പ്രൈസ് ദി ലോർഡ്. സത്യത്തിൽ ഒരു ദൈവപ്രവൃത്തിയും അവിടെ ഉണ്ടായില്ല എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. ഒരു അത്ഭുതവും അവിടെ നടന്നില്ല. എന്നാൽ പ്രിയരെ, ഹല്ലേലൂയ, സ്തേഫാനോസിനെ തകർത്ത് കളയുമ്പോൾ അല്ലെങ്കിൽ കല്ലെറിയുന്ന സമയത്തും ഒരു വിടുതലോ ഒരു ദൈവപ്രവൃത്തി അവിടെ ഉണ്ടായില്ല. എന്നാൽ ദൈവമക്കളെ, എങ്കിലും ഭക്തന്മാർ അക്ഷയമായി ദൈവത്തെ സ്നേഹിച്ചു. ആ ഭക്തന്മാരൊക്കെ മരിക്കുന്ന സമയത്ത് പോലും, ജീവനെ വിടുമ്പോൾ പോലും അവർ ദൈവത്തെ അക്ഷയമായി അവർ സ്നേഹിച്ചിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അല്ലെങ്കിൽ സ്തേഫാനോസിന്റെ സ്റ്റേറ്റ്മെന്റ്, ഞാൻ കർത്താവിനെ കണ്ടു എന്ന, പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, അതാണ് ദൈവത്തെ ആഴമായി സ്നേഹിക്കുന്ന ഒരു വിധം. ഹല്ലേലൂയ. ആകയാൽ പ്രിയരെ, സങ്കീർത്തനം 41-ന്റെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എങ്ങനെയാണ് കാണുന്നത്? ഭക്ഷണത്തിനുള്ള ആടുകളെ പോലെ നീ ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു, ജാതികളുടെ ഇടയിൽ ഞങ്ങളെ ചിഹ്നിച്ചിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവമേ, നീ എന്റെ രാജാവാണല്ലോ. പ്രിയരെ, കോരകപുത്രന്മാർ അനുഭവിക്കുന്ന സങ്കടങ്ങളുടെയും വ്യഥകളുടെയും നിരാശകളുടെയും നിന്ദകളുടെയും അതായത് നടുവിലും അവർ കൺകൾ ഉയർത്തി, ദൈവമേ, നീ ഞങ്ങളുടെ രാജാവാകുന്നു. ആ സമയത്തും അവർ പറയുന്നത്, ദൈവമേ, നീ ഞങ്ങളുടെ രാജാവാകുന്നു. അക്ഷയമായി അവർ ദൈവത്തെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. അക്ഷയമായി അവർ ദൈവത്തെ സ്തുതിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോകുക എന്റെ പ്രിയ സഹോദരങ്ങളെ. ആകയാൽ ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ, ഹല്ലേലൂയ, കഷ്ടതയോ, അതായത് വേർപിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു കഷ്ടതയോ ആകട്ടെ, നിന്ദയാകട്ടെ, പട്ടിണിയാകട്ടെ, ആപത്തോ, നഗ്നതയോ, വാളോ, ഹല്ലേലൂയ, ദൈവ പൈതലേ, മരണത്തിനോ ജീവനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുന്നതല്ല. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അക്ഷയമായി ദൈവത്തെ സ്നേഹിക്കുന്നു. ഞാൻ അക്ഷയമായി ദൈവത്തെ സ്നേഹിക്കുന്നു. ഒരു ശക്തിക്കും, പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, ഞങ്ങൾ പാർത്തിരുന്ന ആ ദേശത്ത് പല വർഷങ്ങൾക്ക് മുന്നേ, ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത്, ഒരു സഹോദരി കർത്താവിനെ അറിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആ സഹോദരിയുടെ ഭർത്താവ് ചെവിക്കലിന് ഒറ്റയടി കൊടുത്തപ്പോൾ ആ സഹോദരി എൻ്റെ യേശുവേ എന്ന് വിളിച്ചത് ആ ദേശം മുഴുവൻ അറിയുവാനിടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് ആ സഹോദരി മരിച്ചുപോയി. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ഞാനത് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കർത്താവിനെ അറിഞ്ഞതിന്റെ പേരിൽ അടി വാങ്ങിയപ്പോൾ ആ ദേശം മുഴുവൻ അറിയത്തക്കവണ്ണം യേശുവേ എന്ന് നിലവിളിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകിയാൽ, പ്രിയ ദൈവമക്കളെ, യഥാർത്ഥമായിട്ട് ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തി, യഥാർത്ഥമായിട്ട് ദൈവ സ്നേഹത്തിൽ വളരുന്ന ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു കാരണവശാലും ഒരു ശക്തിക്കും അല്ലെങ്കിൽ ആ ദൈവ സ്നേഹത്തിൽ നിന്ന് പിരിച്ചെടുക്കുവാൻ അല്ലത് വ്യതിചലിപ്പിക്കുവാൻ കഴിയുകയില്ല എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. പ്രിയരെ, ഉയർച്ച വന്നാലും താഴ്ച വന്നാലും സന്തോഷം വന്നാലും അപമാനം വന്നാലും കാര്യങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്നാലും ഇല്ലെങ്കിലും, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചാലും ഇല്ലെങ്കിലും, യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ അക്ഷയമായി സ്നേഹിക്കുന്നു എന്ന് എത്ര പേർക്ക് സമർപ്പിക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. എത്ര പേർക്ക് ദൈവസന്നിധിയിൽ
ഓർപ്പണമുണ്ട്. കടന്നകാല ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അനേക പ്രശ്നങ്ങൾ ഓളങ്ങളും തിരമാലകളും പോലെ ഒന്നിനു പുറകെ ഒന്നൊന്നായി അനേക പ്രതികൂലങ്ങൾ, പ്രതിസന്ധികളെ നേരിട്ട് വന്നവരാ. അനേക വിഷയങ്ങൾ എൻ്റെ ജീവിതത്തിനകത്തുണ്ടായിട്ടുണ്ട്. എന്നാൽ ഹല്ലേലൂയ, അപ്പോഴും ഇപ്പോഴും ഈ സമയത്തും എൻ്റെ കർത്താവിനെ ഞാൻ പൂർണ്ണമായി സ്നേഹിക്കുന്നു എന്ന്, അക്ഷയമായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് എത്ര പേർക്ക് സമർപ്പിക്കുവാൻ കഴിയും? പ്രിയമുള്ള ദൈവമക്കളെ, പ്രാർത്ഥനയ്ക്ക് മറുപടി എൻ്റെ കർത്താവ് തരിക തന്നെ ചെയ്യും. എന്തെങ്കിലും ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരായി കടന്നു വന്നാലും, പിശാചിന്റെ പോരാട്ടങ്ങൾ കടന്നു വന്നാലും അധൈര്യപ്പെട്ട് മാറിപ്പോകരുത്. ഹല്ലേലൂയ, കർത്താവിനെ നീ സ്നേഹിക്കുന്നുണ്ടോ? നിശ്ചയമായും കർത്താവ് നിനക്ക് ഹല്ലേലൂയ പുത്തൻ പുതിയ കൃപകളെ തന്ന് നിന്നെ നിലനിർത്തുവാൻ, നിന്നെ ഹല്ലേലൂയ ദേശത്ത് ഹല്ലേലൂയ മറ്റുള്ളവർ നിന്നെ അപമാനിച്ച് ഒതുക്കുമ്പോൾ, നിന്നെ അപമാനിച്ച് വെറുത്ത് നിന്നെ തനിച്ചാക്കുന്ന ഒരു സാഹചര്യം നിന്റെ മുൻപിൽ ഉണ്ടാകുമ്പോഴും കൊയ്യെ നീ മറന്നു പോകരുത്. നിന്നെ തല നിമിർന്ന് നിൽക്കുവാൻ എന്റെ സർവശക്തൻ ഹല്ലേലൂയ മതിയായവനാ. പ്രൈസ് ദി ലോർഡ്. എന്റെ അപ്പന്റെ പാദപീഠത്തെ കട്ടിപ്പിടിച്ചുകൊണ്ട്, അപ്പാ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നപ്പാ. എത്ര പേർക്ക് പറയുവാൻ കഴിയും? കർത്താവേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നപ്പാ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, ഞാൻ അക്ഷയമായി ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. എനിക്ക് എത്ര പ്രതികൂലം കടന്നു വന്നാലും അതിനെയൊക്കെ മറികടന്ന് എൻ്റെ അപ്പനെ ഞാൻ മുറുകെ പിടിക്കുമെന്ന് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് സമർപ്പിക്കുവാനായി കഴിയും? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിങ്ങൾ സമർപ്പിക്കുവാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യമുള്ളവരാ. നിങ്ങൾക്ക് നല്ല കൃപകളും വരങ്ങളും തന്ന് കർത്താവ് നിങ്ങളെ സഹായിക്കും, നിങ്ങളെ മാനിക്കും. നമുക്കൊരു പാട്ടിന്റെ ഒരു ലൈൻ പാടി നമുക്ക് പ്രാർത്ഥനയ്ക്ക് നേരെ കടന്നു പോകാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നോട് ചേർന്ന് ഈ പാട്ട് പാടണം. എല്ലാവർക്കും അറിയാവുന്ന പഴയ കാലത്തിൻ്റെ അടികൾ എല്ലാവരും പാടി നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. നാട്ടുകാർ വീട്ടുകാർ കൂട്ടമായി എന്നെ നിന്ന പരിഹാസം ചൊല്ലുമ്പോ, നാട്ടുകാർ വീട്ടുകാർ കൂട്ടമായി എന്നെ നിന്ന പരിഹാസം ചൊല്ലുമ്പോ, ഞാൻ ഓർത്തിടുമേ എൻ്റെ പ്രിയനേ, പുഞ്ചിരി തൂകുമ പൊന്മുഖം. ഞാൻ ഓർത്തിടുമേ എൻ്റെ പ്രിയനേ, പുഞ്ചിരി തൂകുമ പൊന്മുഖം. ക്രിസ്തുവിൻ സ്നേഹത്തിൽ നിന്നു ഞാൻ പിന്മാറിപ്പോകാതിരിക്കുവാൻ, ക്രിസ്തുവിൻ സ്നേഹത്തിൽ നിന്നു ഞാൻ പിന്മാറിപ്പോകാതിരിക്കുവാൻ, സ്നേഹത്തിൻ ചങ്ങല ആണെന്നേ, മാർവൂടാണ് യേശു രക്ഷകൻ, സ്നേഹത്തിൻ ചങ്ങല ആണെന്നേ, മാർവൂടാണ് യേശു രക്ഷകൻ. കാൽവറി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മകൾ സ്നേഹമേ, പൊന്നു മാർവോടാണ് ചീടും സ്നേഹമേ, എൻ്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ, മാർവോടാണ് ചീടും സ്നേഹമേ, എൻ്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ ഒരു ശക്തിക്കും വേർപ്പെടുത്തുവാനായിട്ട് കഴിയുകയില്ല പ്രിയരെ. അതിൻ്റെ അവസാന ചരണം നമുക്കൊരു പ്രാവശ്യം കൂടെ പാടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ചേർന്ന് പാടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിൻ സ്നേഹത്തിൽ നിന്നു ഞാൻ പിന്മാറിപ്പോകാതിരിക്കുവാൻ, സ്നേഹത്തിൻ ചങ്ങല ആണെന്നേ, മാർവോടാണ് യേശു രക്ഷകൻ, സ്നേഹത്തിൻ ചങ്ങല ആണെന്നേ, മാർവോടാണ് യേശു രക്ഷകൻ. കാൽവറി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മകൾ സ്നേഹമേ, പൊന്നു മാർവോടാണ് ചീടും സ്നേഹമേ, കണ്ണീർ തുടച്ചിടും സ്നേഹമേ, പൊന്നു മാർവോടാണ് ചീടും സ്നേഹമേ, കണ്ണീർ
തുടച്ചിടും സ്നേഹമേ. പ്രൈസ് ലോർഡ്. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, ഞങ്ങളെ ഇത്രത്തോളം ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ കരുതുന്ന, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന, ഞങ്ങളെ വിടുവിക്കുന്ന, ഞങ്ങളെ മാനിക്കുന്ന, അപ്പച്ചൻ്റെ മാർവോട് ചേർത്തണയ്ക്കുന്ന ആ സ്നേഹത്തിൻ്റെ മുൻപിൽ കർത്താവേ ഞങ്ങൾ താണിരിക്കുന്ന കർത്താവേ, ഇന്ന് പകൽക്കാല ഈ വചനം കേട്ടവർക്കെല്ലാം ഒരു വിടുതലായി മാറണം, ഒരു അനുഗ്രഹമായി മാറണം, ഒരു നന്മയായി മാറണം, ഒരത്ഭുതമായി മാറണം. എൻ്റെ കർത്താവ് ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നത് തിരിച്ചറിയുവാൻ ഉള്ള കൃപ എല്ലാവരുടെ മേലും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ഒരു ദൈവകൃപയ്ക്കുള്ളിൽ കർത്താവ് പകരണമേ, പൊതിയണമേ. കർത്താവെ അനുഗ്രഹിച്ചാട്ട് അവിടുത്തെ രക്തം കൊണ്ട് എല്ലാവരെയും കഴുകി മുദ്രിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെല്ലാം പ്രാർത്ഥന അപേക്ഷിക്കുന്നുവോ അവരുടെ വിഷയം ഏത് വിഷയമായിരുന്നാലും അപ്പാ കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവരുടെ വിഷയത്തിനൊരു വിടുതലയക്കുവാൻ എൻ്റെ കർത്താവ് സർവശക്തനാകിയാൽ സ്തോത്രം. അനുഗ്രഹിച്ചു മാനിക്കണം കർത്താവെ. അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന വേളയിൽ വരവിൽ പ്രത്യാശയുള്ളവരായി തീരേണ്ടതിനാ ഞങ്ങളെല്ലാവരെയും കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തങ്കച്ചിറകടിയാൽ എല്ലാവരെയും കർത്താവ് വഴി നടത്തണമേ. അപ്പാ സ്തോത്രം. കൃപയ്ക്കുള്ളിൽ അപ്പച്ചം പൊതിയണമേ. രക്തം കൊണ്ട് കഴുകി മുദ്രയിട്ടാട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ആ കാൽവരി ക്രൂശിലെ സ്നേഹത്തിൽ നമുക്ക് ഉറച്ചിരിക്കാം. നമുക്കെല്ലാവർക്കും കർത്താവിന്മേൽ ഇന്നും പ്രത്യാശ നമുക്ക് വെച്ചുകൊണ്ട് ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോകാതെ, പിന്മാറിപ്പോകാതെ നമുക്ക് കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ നാളുകളായി ദൈവസന്നിധിയിൽ താണിരിക്കാം. ദൈവമായ കർത്താവ് സഹായിക്കുമാറാകട്ടെ. എനിക്കിങ്ങനെ നല്ല അവസരം ഒരുക്കി തന്ന പ്രിയ സാജി ബ്രദറിനോടും കുടുംബത്തോടുമുള്ള എൻ്റെ നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെ എൻ്റെ അഡ്മിന്മാർ, എൻ്റെ സഹോദരങ്ങൾ, എന്നെ സ്നേഹിക്കുന്ന ചില കർത്തൃദാസിമാരുണ്ടായിരുന്നു, കർത്തൃദാസന്മാരുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നതിനോടൊപ്പം പ്രിയരെ, എന്നെ വീക്ഷിച്ചു കൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകർ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് സകലരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു പ്രിയരെ. ആകയാൽ നമുക്ക് വരവിനായി കാത്തിരിക്കാം. പ്രത്യാശയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്ക് ഈ നാളുകളായി കാണപ്പെടാം. ദൈവമായ കർത്താവ് സകലരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. എൻ്റെ ഷോർട്ട് മെസ്സേജസ് ആവശ്യമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ചെന്നിട്ട് റോസ്ലിൻ സുരേഷ് ഈറോഡ് എന്നും റോസ്ലിൻ സുരേഷ് ഒഫീഷ്യൽ എന്നും 2 അക്കൗണ്ട് യൂട്യൂബിലുണ്ട്. ദൈവമക്കൾക്ക് ആശ്വാസപ്രദമായ ഷോർട്ട് മെസ്സേജസ് ദിനംതോറും ലഭ്യമാണ്. നിങ്ങൾക്കത് കേൾക്കാം. ആ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് പങ്കുചേരാം. ദൈവമായ കർത്താവ് സകലരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. നെക്സ്റ്റ് വീക്ക് രാത്രി 9 മണിയായിരിക്കും എൻ്റെ മെസ്സേജ്. അത് ബുധനെന്നുള്ളത് മാറ്റി എൻ്റെ പ്രിയ സഹോദരങ്ങളെ അത് വ്യാഴാഴ്ച ആക്കിയിരിക്കുകയാണ്. വ്യാഴാഴ്ച എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളിയാഴ്ചത്തേക്ക് മാറുകയുള്ളൂ. ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. എങ്കിലും കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.